ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് വന്നായിരുന്നു. ആ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദനയായിട്ടാണ് വന്നത്. അത് ഞാൻ കേട്ടപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ വിചാരിച്ചു ഓക്കെ അത് സ്പൈൻ റിലേറ്റഡ് ആണ്. കാരണം ഇത്തിരി ഏജ്ഡ് ആയിരുന്നു, ലൈക്ക് 52 ഇയേഴ്സ് ഒക്കെ ഏജ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി അത് സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂ ആയിരിക്കും ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അവരുടെ യൂറിനേഷൻ കുറിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് എന്താ പറയുക മൂത്രത്തിൽ കല്ലിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും പറയത്തുള്ളൂ. പിന്നെ അവസാനം ഞാൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് മൂത്രത്തിൽ കല്ലാണ്, അവർക്ക് ഇപ്പോൾ സ്കാനിങ്ങിനൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നേരെ പോയിട്ട് പെയിൻ കില്ലർ അങ്ങനെയൊന്നും എടുക്കരുത്. എന്തുകൊണ്ടാണ് ആ വേദന വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ മരുന്നെടുക്കുക. അപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക, അതേപോലെ ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡോക്ടർമാരടുത്ത് പോയിട്ട് അത് അറിഞ്ഞിട്ട് വേണം മരുന്ന് കഴിക്കാൻ. അല്ലാണ്ട് ചുമ്മാ നടുവേദന എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് എന്താ പറയുക നമ്മൾ ഇതിനുള്ള നടുവേദനയ്ക്കുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. സംഭവം ഒരു സിമ്പിളാണ്, പക്ഷേ നമ്മളൊരു ചെറിയൊരു മിസ്ഡയഗ്നോസ് ആയി കഴിഞ്ഞാൽ ഇത് മാറിയേനെ. നടുവേദന വേറെ, മൂത്രത്തിൽ കല്ല് വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് നടുവേദന വരുവാണെങ്കിൽ ഗോ ടു എ ഡോക്ടർ, ഗെറ്റ് പ്രോപ്പർലി ഡയഗ്നോസ് ആൻഡ് ടേക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. That's it.